എല്ലാ ജനുവരിയിലും ഞാൻ പുതിയൊരു ലൈഫ് ബിൽഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. 5 മണിക്ക് എണീക്കണം, മെഡിറ്റേറ്റ് ചെയ്യണം, വർക്കൗട്ട് ചെയ്യണം, ജേർണലിങ് ചെയ്യണം, കോൾഡ് ഷവർ, നോ സോഷ്യൽ മീഡിയ, അങ്ങനെ 10-15 ഹാബിറ്റ്സ് ഒരുമിച്ച് ബിൽഡ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പ്രോബബ്ലി നിങ്ങളിത് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ അത് എല്ലാ പ്രാവശ്യവും ഫെബ്രുവരി ആകുമ്പോഴത്തേക്ക് ബാക്ക് ടു സീറോ ആവും. ഹായ്, എൻ്റെ പേര് ഷഹൽ. ഞാൻ ഒരു ആസ്പയറിംഗ് സോഷ്യൽ ഓൺടർപ്രണർ ആണ്. ഒരു ഷോപ്പിഫൈ ഡെവലപ്മെൻറ്റ് ഫ്രീലാൻസർ കൂടിയാണ്. ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഈ സെൽഫ് ഇംപ്രൂവ്മെൻറ്റിൻ്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് റിലേറ്റഡ് വീഡിയോസ് കണ്ടു തുടങ്ങി. അന്ന് മുതൽ ഇന്ന് വരെ ഈ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്ന വേർഡ് യൂസ് ആക്കാണ്ട് ഒരു ഡേ പോലെ എൻ്റെ ലൈഫിൽ കടന്നു പോയിട്ടുണ്ടാവില്ല. യൂട്യൂബിലെയും ഇൻസ്റ്റയിലെയും പ്രൊഡക്ടിവിറ്റി വീഡിയോസ്, ഡിസിപ്ലിൻ, ഹാബിറ്റ്സ്, സൈക്കോളജി, അങ്ങനെ എത്രയോ ബുക്സ്, വീഡിയോസ്, ഡോക്യുമെൻ്ററീസ്. ബട്ട് പറഞ്ഞിട്ടെന്താ, ഈ ഒരുമിച്ചുള്ള ലൈഫ് മാറ്റിമറിക്കൽ എനിക്ക് ഇതുവരെ വർക്കായിട്ടില്ല. ബട്ട് ഇയേഴ്സ് ഓഫ് എക്സ്പെരിമെൻ്റ് ആൻഡ് ഫെയിലിംഗ്, ഇറ്റ് വർക്ക്ഡ്. അതെങ്ങനെയാണെന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, മോട്ടിവേഷൻ്റെ കേസ് അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ്. ഒറ്റ ദിവസം കൊണ്ട് നമ്മളങ്ങ് മലമറിച്ച് കളയുന്നൊക്കെ നമ്മൾ ചിന്തിക്കും, പക്ഷെ നടക്കില്ല. സോഷ്യൽ മീഡിയയിൽ സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് കണ്ടൻറ്റിൻ്റെ ബിഗ്ഗസ്റ്റ് പ്രോബ്ലം എന്താണെന്നറിയോ? നമ്മളോട് ജിമ്മിൽ പോകാൻ പറയും, കോൾഡ് ഷവർ ചെയ്യാൻ പറയും, ബെഡ് രാവിലെ എണീച്ചപാടെ സെറ്റ് ചെയ്യാൻ പറയും. ഇതൊക്കെ നല്ല ഹാബിറ്റ്സ് തന്നെയാണ്, അല്ല എന്നല്ല പറയുന്നത്. പക്ഷേ ഇതിലൂടെ കിട്ടുന്ന ആ എനർജി, ആ മൊമെൻറ്റം, അത് എന്തിനു വേണ്ടി യൂസ് ചെയ്യണമെന്ന് ആരും പറയുന്നുണ്ടെന്ന് തോന്നുന്നില്ല. കരിയർ ബിൽഡ് ചെയ്യാനാണോ, ഓർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനാണോ, ഓർ സ്കൂൾ ഓർ കോളേജിൽ എക്സൽ ചെയ്യാൻ വേണ്ടിയിട്ടാണോ? എന്തിനാണ് നമ്മൾ ഈ പേഴ്സണൽ ഗ്രോത്ത് ഹാബിറ്റ്സും റുട്ടീനൊക്കെ ബിൽഡ് ചെയ്യുന്നത്? സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് മോസ്റ്റ് പീപ്പിളിനും വർക്ക് ചെയ്യാത്തത് അവർക്ക് ഡിസിപ്ലിൻ ഇല്ലാത്തത് കൊണ്ടല്ല, അവരെന്തിനാണ് ഈ ഇംപ്രൂവ്മെൻറ്റ് ഹാബിറ്റ്സ് ചെയ്യുന്നത് എന്നുള്ള വൈ ക്ലിയർ ഇല്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുമ്പോൾ, അല്ലെ ഇതിനെപ്പറ്റിയുള്ള വീഡിയോസ് കാണുമ്പോൾ നല്ല പ്രൊഡക്ടിവിറ്റി ഫീൽ ചെയ്യുന്നു, ബട്ട് ലൈഫിൽ വലിയൊരു പ്രോഗ്രസ് ഇല്ലാത്തതും. ഇതിനെ സ്യൂഡോ പ്രൊഡക്ടിവിറ്റി എന്നും വിളിക്കാറുണ്ട്. സോ ഗോൾ ഇല്ലാതെ ഹാബിറ്റ്സ് ബിൽഡ് ചെയ്യരുത്. വൈ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ കൺസിസ്റ്റൻസി നാച്ചുറലി ഫോളോ ചെയ്യും. സെക്കൻഡ് വൺ ഈസ് മോർ ഈസി ടു അണ്ടർസ്റ്റാൻഡബിൾ. പ്രോഗ്രസീവ് ഓവർലോഡ് എന്നാണ് ഇതിനെ പറയുക. ജിമ്മിൽ പോകുന്നവർക്ക് ഇത് കൂടുതലായിട്ട് പെട്ടെന്ന് കണക്റ്റ് ആവും. ജിമ്മിൽ ഫസ്റ്റ് ഡേ പോയ ഉടനെ തന്നെ നമ്മൾ 50 kg ഒന്നും വെയിറ്റ് എടുക്കില്ല. ചെറിയ ചെറിയ വെയിറ്റ് തുടങ്ങി വീക്കിലി ഓർ മന്ത്ലി ഇൻക്രീസ് ചെയ്തായിരിക്കും നമ്മൾ കൊണ്ടുവരാം. സെയിം ഇൻ ടു ഹാബിറ്റ്സ്. ഒരുമിച്ച് ഈ 10-12 ഹാബിറ്റ്സ് ബിൽഡ് ചെയ്യുന്നതിന് പകരം ഒരു മന്ത് ഒരു ഹാബിറ്റ് എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്യുക, ഫോക്കസ് ചെയ്യുക. ആ ഒരു മന്ത് ഒരു ഹാബിറ്റ് ബിൽഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ 12 മന്ത് 12 ഹാബിറ്റ്സ്. സോ 12 മാസം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് 12 കൺസിസ്റ്റൻ്റ് ആയ ഹാബിറ്റുകൾ ബിൽഡ് ചെയ്യാനായിട്ടാവും. ഇതിനെയാണ് പ്രോഗ്രസീവ് ഓവർലോഡ് എന്ന് ജിമ്മിൽ പറയാറുള്ളത്. ഇനി 6 months ആണ് ഈ ഇയർ കഴിയാനായിട്ടുള്ളൂ. ഈ വരാൻ പോകുന്ന 6 months കൊണ്ട് ഈ ഒരു 2 ടെക്നിക്കുകൾ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് റീസെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇത് എനിക്ക് വർക്കായ 2 കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്താണ്. നിങ്ങൾക്കും ഇത് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ കരുതുന്നു. സോ നെവർ സ്റ്റോപ്പ് ഇംപ്രൂവിങ് യുവർ സെൽഫ്. യു വിൽ താങ്ക് യുവർ സെൽഫ് ഇൻ ദ ഫ്യൂച്ചർ.